പി കൃഷ്ണദാസ്, സുപ്രീം കോടതി വിധിയോടെ ഇഡിയുടെ ഈ വേട്ടയ്ക്കൊരു മൂക്കുകയറിടാൻ പോകുന്നു എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇഡിക്ക് ഇന്നും ഇന്നലെയുമായി ലഭിച്ച തിരിച്ചടികളെ താങ്കൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് പി കൃഷ്ണദാസ്? ശ്രീ അരുൺ, കോടതികളിൽ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്കിടെ ജാമ്യം പരിഗണിച്ചുകൊണ്ട് കോടതി ജാമ്യം നൽകുമ്പോൾ അതിലേതെങ്കിലും തരത്തിലൊരു തിരിച്ചടിയോ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു വ്യതിയാനങ്ങളോ ഒന്നും കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നയാൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ അതിന്റെ നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അന്വേഷണ ഏജൻസികൾ നടത്തുന്ന ഇടപെടലുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് ജാമ്യം തേടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യവും നിയമപരമായിട്ടുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തി ഒരാൾ കോടതിയിൽ നിന്ന് ജാമ്യം നേടുന്നതിൽ യാതൊരു തെറ്റും നിയമപരമായി കാണേണ്ടതില്ല. പക്ഷെ അതേസമയം തന്നെ നേരത്തെ എന്റെ സുഹൃത്ത് ശ്രീ അഭിലാഷും അതുപോലെ തന്നെ അരുണും ഇതിന്റെ തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ തിരിച്ചടി നേരിടുന്നു, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തടസ്സമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ എന്റെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു ഏജൻസിക്കും ഒരു പ്രത്യേകമായ ഇടപെടൽ നടത്തിക്കൊണ്ട് കോടതികളെ സ്വാധീനിക്കാനോ നിയമ സംവിധാനത്തെ സ്വാധീനിക്കാനോ കഴിയില്ല. അതൊരു കേസിലും കഴിയില്ല. നേരത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചില പരാതികൾ കൊടുത്തുകൊണ്ട് ആ ജാമ്യത്തെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി. ശ്രീ അരുണും അത് തന്നെ സൂചിപ്പിച്ചു. അങ്ങനെ നമ്മുടെ നിയമ സംവിധാനത്തിൽ കഴിയില്ല. ബഹുമാനപ്പെട്ട കോടതികൾ പരിഗണിച്ചതിന് ശേഷം ഒരാൾക്ക് ജാമ്യം നൽകുകയും ആ ജാമ്യ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ജാമ്യ വ്യവസ്ഥകളുടെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് റിലീസിംഗ് ഓർഡർ കോടതി കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾ പരിപൂർണമായും ജാമ്യം നൽകി പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാകൂ. ഇന്നിപ്പോ ശ്രീ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകി എന്നുള്ള വാർത്തകൾ നിൽക്കുന്നു. ഇഡിക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ള വലിയ വാർത്തകൾ നിൽക്കുന്നു. കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയുമോ? പുറത്തിറങ്ങാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജാമ്യ വ്യവസ്ഥകൾ പൂർത്തീകരിക്കണ്ടേ, കോടതി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണ്ടേ? അപ്പൊ തെറ്റിദ്ധാരണാജനകമായി ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികളുടെ വിധികളെ ഒരു തെറ്റായ വ്യാഖ്യാനം നൽകിയാൽ ഞാനൊരു കണക്ക് അങ്ങയോട് പറയാം. 5422 കേസുകൾ ECIR ഇട്ടിട്ടുണ്ട്. താങ്കൾക്കറിയാമല്ലോ, എൻഫോഴ്സ്മെന്റിൽ ഇടുന്നത് ECIR ആണ്, നമ്മൾ FIR ഇടുന്നത് പോലെ. അതിൽ എത്ര കേസുകൾ ശിക്ഷിച്ചു എന്ന് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിന് അറിയാമോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള കേസുകൾ. അരുൺ, NIA പോലുള്ള അന്വേഷണ ഏജൻസികൾ, CBI പോലെയുള്ള അന്വേഷണ ഏജൻസികൾ, അതുപോലെ തന്നെ ED പോലെയുള്ള അന്വേഷണ ഏജൻസികൾ, അതായത് രാജ്യത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നിലപാടിനെ തകർക്കുന്ന തരത്തിലോ അതല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എടുക്കുന്ന കേസുകൾ, ഈ തരത്തിൽ ഗുരുതരമായിട്ടുള്ള കേസുകൾ തെളിയിക്കപ്പെടാനുള്ള അതിന്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കോടതിയിൽ ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് ഇത് ചെയ്യുന്ന ആളുകളെ, ഉദാഹരണത്തിന് ശ്രീ കെജ്രിവാളിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം അഴിമതി നടത്തി എന്നുള്ള ആരോപണം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉപമുഖ്യമന്ത്രി ആളുകളായി ജയിലിൽ കഴിയുന്നു. ഇതൊരു ആരോപണം മാത്രമല്ലല്ലോ. ഈ ആരോപണത്തെ അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ബോധിപ്പിക്കുക എന്നുള്ളത് അന്വേഷണ ഏജൻസിയുടെ ബാധ്യതയാണ്. നമ്മുടെ നിയമ സംവിധാനത്തിൽ ആ അന്വേഷണ ഏജൻസി അത് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അത് ഏത് കേസിലാണെങ്കിലും അങ്ങനെ തന്നെ കഴിയൂ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാൾ ഒരു അഴിമതി നടത്താനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും തെളിവുകൾ സൂക്ഷിച്ചു വെക്കുമെന്ന് നാം പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം ആ തെളിവുകൾ കൊണ്ടുപോയി നിയമത്തിന് മുമ്പിൽ കൊടുത്ത് എന്നെ ശിക്ഷിച്ചോളൂ എന്ന് ഏതെങ്കിലും ഒരു പ്രതി പറയുമെന്ന് നാം അങ്ങനെ വിചാരിക്കണോ? അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്ത് ഈ തരത്തിൽ അഴിമതികൾ നടക്കുന്നില്ല എന്നുള്ളതാണോ? അങ്ങനെയല്ലല്ലോ. അപ്പൊ ECIR ഇട്ടുകൊണ്ട് അന്വേഷണമായി ED മുന്നോട്ട് പോകുമ്പോൾ അതിൽ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ല, എത്ര പേരുടെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വേണ്ടി അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണക്ക് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം, 23 പേരെയാണ് 5422 കേസുകളിൽ EC ഇതിനകം ശിക്ഷിച്ചിരിക്കുന്നത്. 0.05% കൺവിക്ഷൻ റേറ്റ്. അതായത് ECR ഇടുക, ജയിലിൽ പിടിച്ചിടുക, ജാമ്യം നിഷേധിക്കുക, അങ്ങനെ പൗരസ്വാതന്ത്ര്യം നിഷേധിച്ച് പ്രോസസ്സ് തന്നെ പണിഷ്മെന്റാക്കി മാറ്റുക. അതാണ് ED ചെയ്യുന്നത് എന്നതാണ് വ്യാഖ്യാനം. ഞാൻ ഒരു കണക്ക് കൂടി അങ്ങോട്ട് പറയാം കൃഷ്ണദാസ്. 95% ED കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രതിപക്ഷത്തിലെ നേതാക്കളാണ്. MP-മാരോ MLA-മാരോ അതല്ലെങ്കിൽ LMC മെമ്പറോ ആണ്, MLC മെമ്പറോ ആണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ശ്രീ അരുൺ. അങ്ങനെ പ്രതിപക്ഷത്തിലുള്ള ആയിട്ടുള്ള ആളുകൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ നടത്തുന്നതോ
പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സർക്കാരിന്റെ ഭാഗമായ ഒരു അഴിമതി നടത്താൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളതല്ല അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അവർ അധികാരത്തിലിരിക്കുമ്പോൾ അധികാരത്തിലിരുന്നു കൊണ്ട് നടത്തുന്ന അഴിമതി, ആ അഴിമതിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നതും, ആ അഴിമതിയാണ് അന്വേഷണ വിധേയമാകുന്നതും. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തിന്റെ MLA-ക്കെതിരെ അന്വേഷണം ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയല്ല. പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഭരണപക്ഷത്താണ് ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്. ഞാൻ അങ്ങയോട് ആദ്യം ചോദിച്ച ചോദ്യവും കണക്കും താങ്കൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. 95% പ്രതിപക്ഷത്താണ് എന്നുള്ളതിന് താങ്കൾ നൽകുന്ന വ്യാഖ്യാനം അവർ ഭരണപക്ഷത്തിരുന്ന സമയത്തെ കേസുകളാണ് എന്നുള്ളതാണ് താങ്കൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോഴും ഈ ഭരണപക്ഷത്തുള്ള നേതാക്കളെ ED-യുടെ റഡാറിൽ പെടാതെ പോകുന്ന ഒരു അത്ഭുത വിധി ഉണ്ടാവുന്നു. അങ്ങനെ പോകല്ലേ. അവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അധികാരത്തിലിരിക്കാത്ത സമയത്ത് അവർ അഴിമതി നടത്തിയതിനെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള ഒരു കേസ് ഒരു കേസ് പറ. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ അങ്ങയോട്. 95% കേസുകളും ആകെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ പ്രതിപക്ഷത്തെ MP-മാരെയോ MLA-മാരെയോ മാത്രം ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞത് ഞാനല്ല, സുപ്രീം കോടതിയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ED-യുടെ വിശ്വാസ്യതയുടെ മേൽ ഒരു കരിനിഴൽ വീണ് കഴിഞ്ഞില്ലേ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ബി? ഞാൻ തിരിച്ചു ചോദിച്ചത് അങ്ങ് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറി. ഞാൻ ചോദിച്ചത് ഭരണത്തിലിരിക്കാത്ത അധികാരത്തിലിരിക്കാത്ത സമയത്ത് അഴിമതി നടത്തി ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഏതെങ്കിലും ഒരു കേസുണ്ടോ? അങ്ങനെ ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടോ? അങ്ങനെ ED രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. ഇനി അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങക്ക് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങ് കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് എടുക്കപ്പെടുന്ന കേസുകളുടെ കൺവിക്ഷൻ റേറ്റുകൾ എല്ലാ കാര്യത്തിലും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അത് കൺവിക്ഷൻ റേറ്റിന്റെ അടിസ്ഥാനത്തിലല്ലോ നമ്മുടെ രാജ്യത്തെ പൗരാവകാശവും നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനവും നിലനിൽക്കുന്നത്. കൺവിക്ഷൻ റേറ്റ് എന്നുള്ളതല്ല നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം. എടുക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഉപോത്ബലകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ കേസെടുക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ടോ, അതിനുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ, അടുത്ത ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യാം. Debate with Arun Kumar.